കെൻമി ഓൺലൈൻ ഇംഗ്ലീഷ് വീട്ടിലിരുന്നു കൊണ്ട് വാട്സ്ആപ്പ് വഴി ഇംഗ്ലീഷ് പഠിക്കാം. ഡിസ്ക്രിപ്ഷനിൽ ലിങ്കിൽ ക്ലിക്ക് ചെയ്യൂ. എന്താ എല്ലാരും ഇങ്ങനെ നോക്കുന്നേ? എത്രയോ കാലം കൂടിയിട്ടാ നീ ഒന്ന് വരുന്നതും കാണുന്നതും ഒക്കെ, അതുകൊണ്ടങ്ങ് നോക്കിയിരുന്നതാ. ഇവിടെ വന്ന് ഈ നാടൻ രുചി കണ്ടപ്പോ തന്നെ വായി വെള്ളം ഊറി. പഴയതൊരു ചോറ് കഴിക്കത്തില്ല ആന്റി. വയറും ചെള്ളം ചാടുന്നുണ്ടേ ചോറ് ഒട്ടും കഴിക്കത്തില്ല. ശരി, വേണ്ട. ഞാൻ എവിടെയോ വെച്ച് കണ്ടിട്ടുണ്ട്. കണ്ടു കാണും. ഞങ്ങളൊക്കെ ഒരു ഫാമിലി പെട്ടതല്ലേ, അപ്പൊ സ്വാഭാവികമായിട്ട് എവിടെയെങ്കിലും വെച്ച് കണ്ട പോലെ തോന്നും. പോസിബിൾ. ഏതാ ആന്റി കുട്ടി? ആ, ഇവളാ പ്രതീഷിന്റെ ഭാര്യ. ഓ, എന്റെ ഒരു മുറച്ചെറുക്കിനെ അടിച്ചു മാറ്റിയ കള്ളി. സുന്ദരി കുട്ടി കേട്ടോ. അവൾ നിന്നേക്കാട്ടിൽ എത്രയോ ഇളയതാ. നിനക്ക് വേണ്ടി നോക്കി വെച്ചെന്ന് ആരാന്നറിയോ? ഇവനെ. മുത്തുട്ടനോ? മുത്തേട്ടനെ അല്ല, പ്രശോഭിനെ. പ്രശോഭേട്ട വലുതായപ്പം അങ്ങ് ഒരുപാട് സുന്ദരനായി. താങ്ക് യു. പിന്നെ കുഞ്ഞുമോളെ ഞാൻ കുഞ്ഞുപുഴു എന്നാ വിളിച്ചിരുന്ന, ഓർമ്മയുണ്ടോ? പിന്നെ അതൊക്കെ എങ്ങനെ മറക്കാൻ പറ്റൂ? ഞാനിപ്പോഴും പ്രശോഭേട്ടന്റെ കുഞ്ഞുപുഴു തന്നെ, അല്പം വീർത്തന്നേ ഉള്ളു. അല്ല, ഒന്നുമില്ല. പിന്നെ കുഞ്ഞു, ഇതാണ് എന്റെ വൈഫ് ലക്ഷ്മി. ബ്യൂട്ടിഫുൾ ലേഡി. എന്ത് രസാ കാണാന്. പക്ഷെ പ്രശുവിന് ഇതിനേക്കാളും കുറച്ചുകൂടെ ക്യൂട്ട് ഗേളായിരുന്നു ചെയ്യുന്നത്. ഏതായാലും ഒരു കാര്യം ചെയ്യ്, മോള് കഴിച്ച് മോളെ ചെന്ന് റെസ്റ്റ് എടുത്ത് കുറച്ചു നേരം കിടക്കുകയൊക്കെ ചെയ്യും. ക്ഷീണം കാണും മോളെ. തോരെ ഓട്ടം ഓടിയതാ ആന്റി. ഓട്ടം ഓടിയോ? ഈ പ്ലെയിനിലല്ലേ വന്ന്? അല്ല, അതെ, ഞാൻ എയർപോർട്ടിൽ ചെന്നപ്പോഴത്തേനെ ഫ്ലൈറ്റ് എടുത്തോണ്ട് അങ്ങ് പോയി. ഞാൻ പുറേ ചെന്ന് അതിന്റെ ഡ്രൈവർക്ക് 2 പോഴ്ത്താൻ പറഞ്ഞപ്പോഴാവൻ തിരിച്ചു കൊണ്ടുവന്ന് എന്നെ കയറ്റിക്കൊണ്ട് പോയത്. ഈ കുഞ്ഞുവിന്റെ ഒരു തമാശ. പ്ലെയിനിന് ഡ്രൈവർ അല്ല കുഞ്ഞു, പൈലറ്റ് എന്ന് പറ. അതെ അതെ, പൈലറ്റ്. അല്ലെങ്കിലും അതെ മോനെ, ഇവളും ഇവിടെ അമ്മയും ലളിതയും ഭയങ്കര തമാശക്കാരാ. ചോക്ലേറ്റ് ക്രീം ആണോ? അല്ല, കിച്ചടി. മുത്തു, നീ ഏട്ടാ മോളിൽ ചെന്ന് ആ റൂമൊക്കെ ഒന്ന് കാണിച്ചു കൊടുക്ക. അവള് പോയി നേരം റെസ്റ്റ് എടുക്കട്ടെ കേട്ടോ. ഞാൻ എന്റെ കാര്യം ചോദിക്കട്ടെ, നീ എന്താ ഇതുവരെ കല്യാണം കഴിക്കാത്തേ? അതിനെ പറ്റിയ ഒരാളെ കണ്ടു കിട്ടണ്ടേ ആന്റി? അതിനെ പറ്റിയ ഒരാളെ ഞാൻ കണ്ടുപിടിച്ചു തരാം. എപ്പോ? ഇപ്പോഴല്ല, നീ ഇങ്ങോട്ട് വന്ന് കയറിയല്ലേ ഉള്ളൂ. ഇച്ചിരി സമയം എന്താ? ആന്റി അതിന് തക്കവണ്ണമുള്ള ഒരാളിനെ കണ്ടുപിടിച്ച് റെഡിയാക്കി തരും കേട്ടോ. തരണം. എന്നാ പിന്നെ അങ്ങനെ കേട്ടോ. ഞാൻ റൂമിലേക്ക് വരുന്നുണ്ട്. ആദ്യം കഴിക്കേ. വേണ്ട, പിന്നെ മതി. അയ്യോ, ഇങ്ങനെ വാരിയിട്ട് ഞാൻ എങ്ങനെ ഊപ്പാട് വരില്ലേ എന്റെ? എല്ലാം ഞാൻ ഉണ്ടാക്കിയതാ. അതറിയാനും ഉണ്ട്. മുത്തൂട്ടന്റെ പോലെ തന്നെ. ചുമ്മാ ഞാൻ ഉണ്ടാക്കിയ. ആണോ? സൂപ്പർ ആയിട്ടുണ്ട്. അരിഞ്ഞു കൊടുത്തതൊക്കെ ഞാനാ. ആണോ? എന്തെങ്കിലും വേണമെങ്കിൽ പറയണേ. പറയാം. ഈ കുട്ടി അപ്പൊ ഇവിടുത്തെ ജോലിയൊന്നും ചെയ്യില്ലേ? ഞാൻ ഇടയ്ക്കൊക്കെ മാത്രമേ ചെയ്യാറുള്ളൂ. ആണല്ലേ? പ്രശ്നം ഇരിക്കൂ, ഞാൻ ഒരു ഉരുള ഒട്ടിത്തരാം. പണ്ട് നമ്മൾ ഓർമ്മയില്ല, നമ്മള് മണ്ണൊക്കെ വെച്ച് കണ്ണാരം പൊത്തി കളിച്ചത് അപ്പറ്റൊക്കെ ഓർമ്മയില്ലേ? അല്ല, ഏട്ടന് കുറച്ചു മുമ്പ് ഫുഡ് വയറിറച്ച് കഴിച്ചേ ഉള്ളൂ. ഏട്ടൻ മുകളിലേക്ക് വാ. അല്ല, ഞാൻ കുഞ്ഞിനൊരു കമ്പനി കൊടുത്തിട്ട് വരാം. അല്ല, ഒരു കാര്യം പറയേണ്ടതാ. എന്തോ പറയാൻ കാണും. പിന്നെ കാണാം കുഞ്ഞു. കാണണേ. മുത്തിട്ട. ഞാൻ പഴയ കാര്യങ്ങളൊക്കെ ആലോചിക്കായിരുന്നു. പഴയ കാര്യങ്ങളൊക്കെ ഞങ്ങൾ പെട്ടെന്ന് മറക്കാൻ പറ്റുമോ? കുറച്ചും കൂടെ ചോര എടുത്തേ. വേണ്ട.
ആരെങ്കിലും കാണും. കാണട്ടെ, എല്ലാവരും കാണട്ടെ. എല്ലാം ഒരു ദിവസം അറിയേണ്ടതല്ലേ? ഓ, എന്റെ സ്നേഹസമ്മാനം. കള്ളൻ മൊത്തം കഴിച്ചോ? പകുതി എനിക്ക് തരുമെന്നാ കരുതിയത്. സോറി. ഓ, ഇതാ വരുന്നു കൊച്ചമ്മ. അയ്യോ, വല്ലവന്റെ അടി കൊണ്ട് പച്ചം വെളുക്കുന്നതിനെക്കാട്ടിലും ചില കാര്യങ്ങൾ സഹിച്ച് ഇവിടെ ഇരിക്കുന്നത് തന്നെ നല്ലത്. പൊളിച്ച സാമ്പാർ. കൊച്ചമ്മ എന്തിനാ എന്നെ വിളിച്ചത്? എടാ, ഓ, കുഞ്ഞുമോളെ കണ്ടിട്ട് നിനക്ക് എന്താ തോന്നുന്നത്? അയ്യോ പൊന്നു കൊച്ചമ്മ, എന്റെ മനസ്സിൽ ഒന്നും തോന്നിയില്ല. സത്യമായിട്ട് എനിക്കൊന്നും തോന്നിയില്ല. ഇതിന്റെ പേരിൽ എന്നെ ഇവിടുന്ന് പറഞ്ഞു വിടല്ലേ പ്ലീസ്. ഓ, എന്റെ ദൈവമേ, നിനക്ക് എന്താ വടാ വട്ടായി പോയോ? അല്ല കൊച്ചമ്മ എന്താ ഇപ്പൊ ചോദിച്ചെന്താ? അതാ പറഞ്ഞ, അതൊന്ന് കേക്ക് ആദ്യം. ഞാനേ ഈ കുഞ്ഞുമോടെ കൊച്ചിലെ ഉള്ള കുറച്ച് ഫോട്ടോ കാണിച്ചാലേ നിനക്കിത് കുഞ്ഞുമോളാണെന്ന് നോക്കി പറയാൻ പറ്റുമല്ലോ. അത് നോക്കേണ്ട കാര്യമില്ല. പച്ച കുത്തിയതുപോലെ എന്റെ ഉള്ളിലുണ്ട്. അയ്യോ, എനിക്ക് സുരഭി പറഞ്ഞപ്പോ തൊട്ട് ഞാനും നിന്റെ ഇതിനെ എവിടെയോ കണ്ടിട്ടുണ്ടോ എന്നൊരു സംശയം. അങ്ങനെ വരാൻ വഴിയില്ല. എന്റെ കുഞ്ഞുമോളെ എവിടെ വെച്ച് കണ്ടാലും എനിക്കറിയില്ലേ. എന്റെ കുഞ്ഞുമോള് അല്ല, നമ്മളെ കുഞ്ഞുമോള്. നമ്മുടെ കുഞ്ഞുമോള് അല്ല, ഇവിടത്തെ കുഞ്ഞുമോള്. അതാ അങ്ങനെ പറ. അതെ കൊച്ചമ്മ, നമ്മുടെ ചന്ദ്രസാന്റെ സഹോദരിയുടെ മുഖഛായാണല്ലോ, അതുകൊണ്ട് തോന്നുന്നതാ. അത് തരാം. ആയിരിക്കും. അതെ. അയ്യോ, ഏതായാലും നീ ഒരു കാര്യം ചെയ്യ്. എന്നിട്ട് അതിനെ വിളിച്ചോണ്ട് പോയിട്ടേ ആ മുകളിലത്തെ മുറിയെല്ലാം ഒന്ന് ശരിയാക്കി കൊടുക്കുക. ഓ ഓ, അമ്മ, അതാരാ അമ്മ അവിടെ ഇരിക്കുന്നത്? അത് നമ്മുടെ ചന്ദ്രസാന്റെ സഹോദരിയുടെ മോളാ, കുഞ്ഞുമോള്. ചന്ദ്രൻ സാറിന്റെ സഹോദരിയുടെ മോള്? അയ്യോ, ചെറുപ്പത്തിൽ തന്നെയാണ് ഞാൻ കണ്ടത്. ഒരുപാട്. അത് 11 വയസ്സേ ഇവിടെ നിന്ന് സിംഗപ്പൂരിലോട്ട് പോയതല്ലേ, അതുകൊണ്ടാ. ഞാനാണോ നീയാണോ അവന്റെ അമ്മ? കൊച്ചമ്മ ആണല്ലോ. പിന്നെ അവൻ ചോദിക്കുന്ന ചോദ്യങ്ങൾക്കെല്ലാം ഞാൻ മറുപടി പറയണം. നീ കേറി അങ്ങ് അറ്റാക്ക് ചെയ്യാൻ പോവാതെ, കേട്ടോ? ഓ, ജോലിയെല്ലാം ചേട്ടാ, ഞാൻ കുറച്ച് ജോലി പറഞ്ഞല്ലേ. പോ. ഒന്ന് മാറും. മാറി. അയ്യോ. അല്ല അമ്മ, ഞാനേ ഒരു കാര്യം ചോദിച്ചോട്ടെ. നമ്മളീ കുടുംബക്കാരൊക്കെ ആയിട്ട് മിണ്ടാതിരിക്കുവായിരുന്നല്ലോ, കാരണം അവർക്ക് അവരുമായിട്ട് വഴക്കിട്ടിരിക്കുവല്ലായിരുന്നോ? പിന്നെ എന്ത് പറ്റി ഇപ്പൊ ഇങ്ങനെ ഒരു മിംഗ്ലിങ്? ഇപ്പൊ അവർക്ക് ഇങ്ങനെ വെറുതെ ഇരുന്നത് മതിയായി കാണുവാടാ. അതല്ലേ മക്കളെ, അത് നിന്റെ അച്ഛൻ മരിച്ചതിന് ശേഷം ഇവരാരും ഇങ്ങോട്ടൊന്ന് തിരിഞ്ഞു നോക്കിയിട്ട് പോലുമില്ല. അല്ല, അതിനൊരു കാരണം ഉണ്ടാവണമല്ലോ അമ്മ. കാരണം എന്തുവാ? ഞാനാ നിന്റെ അച്ഛൻ ഈ നാട് വിട്ടു പോകാൻ കാരണമെന്ന് അവരൊക്കെ ധരിച്ചു വെച്ചിരിക്കുന്നത്. പോട്ടെ, അവക്കെങ്കിലും ഇപ്പൊ ഒന്ന് വരണമെന്ന് തോന്നിയല്ലോ, പാവം. അമ്മ വിഷമിക്കണ്ട അമ്മ, എന്റെ അച്ഛനെ കല്യാണം കഴിഞ്ഞാൽ എല്ലാം ശരിയാവും. നീ എന്താ പറഞ്ഞ? അല്ല, എന്റെ പോയ പേപ്പറൊക്കെ ഞാൻ ക്ലിയർ ചെയ്ത് ഡിഗ്രി കഴിയുമല്ലോ, അതിനുശേഷം അമ്മ വാക്ക് തന്ന പോലെ എന്റെ അച്ഛന്റെ കല്യാണമല്ലേ. അയ്യടാ, നീ ഇപ്പോഴും ആ കല്യാണം പോയി മനസ്സിലിട്ടോണ്ട് നടക്കുകയല്ലേ? അമ്മ വാക്ക് തന്നായിരുന്നു എനിക്ക്. അയ്യോ, നിനക്ക് നാണം ഉണ്ടോടാ ആ കഞ്ഞിമേനോന്റെ മോളെ കെട്ടണോന്ന് പറഞ്ഞ് ഇങ്ങനെ നടക്കാനായിട്ട്? അമ്മ കഞ്ഞിമേനാണോ? അങ്കിള് സൂപ്പറാ. ആണോ? അങ്കിള് ആരാടാ? പോയി അങ്കിള് ഇറങ്ങി പോടാ ഇവിടുന്ന്. അങ്കിള് അമ്മ ഇറങ്ങി പോകാനാ പറഞ്ഞത്. ഇല്ലെങ്കിൽ ഈ മൊബൈൽ എടുത്ത് നിന്റെ തലയ്ക്ക് ഞാൻ എറിയും. അങ്കിള് പോലും. അങ്കിളിനെ കൊണ്ട് നടക്കുന്ന ഒരുത്തന്നെ. എന്താണോ ഇതിനൊക്കെ സൂക്കേട്ട്. അയ്യോ ഭഗവാനെ, എത്ര രൂപയായാലും വേണ്ടില്ല, ഞാൻ എറിയും. അവള് വന്ന് ഞാൻ ലാപ്ടോപ്പ് എന്ത് വിളിച്ചടി? എനിക്ക് ഇളക്കമൊന്നുമില്ല, നിനക്ക് തോന്നണതാ. പിന്നെ അവളെന്റെ കളിക്കൂട്ടുകാരിയായിരുന്നു, അത്രേ ഉള്ളൂ. എങ്കിലേ ആ കളിക്കൂട്ടുകാരി ആയിരുന്നപ്പോൾ ആ ഒരു ഇഷ്ടമുണ്ടല്ലോ, പിന്നെ ഏട്ടന് തുടങ്ങിയിട്ടുണ്ട്. എടി, ഇതൊക്കെ നിനക്ക് വെറുതെ തോന്നണതാ. അല്ല, എനിക്ക് തോന്നുന്നതല്ല. ഏട്ടന് തോന്നുന്നില്ലെങ്കിലും അവൾക്ക് തോന്നുന്നുണ്ടാവും. എടി, അതിന് എനിക്ക് എന്തോന്ന് ചെയ്യാൻ പറ്റും ലക്ഷ്മി? നീ ആ ലാപ്ടോപ്പ് താഴെ വൈ. എടി മോളെ, നീ ആ കുഞ്ഞു മോള് വന്ന്
നീ എന്തിനാ എന്നെ എങ്ങനെ ടെൻഷൻ ആക്കണേ? ഏട്ടാ എനിക്ക് ഏട്ടനെ വേറൊരു പെണ്ണ് നോക്കുന്ന ഇഷ്ടമല്ല. എടി ഇനി അവര് നോക്കിയെന്നാലും ഞാൻ നോക്കാതിരുന്നാ പോരെ? ആ എന്നാ പിന്നെ നമുക്കൊരു കാര്യം ചെയ്താലോ? എന്താ? അവൾ ഇവിടുന്ന് പോകുന്നവരെ നമുക്ക് എവിടെയെങ്കിലും വല്ല ട്രിപ്പ് പോകാനും പോയാലോ? എന്നിട്ട് അവള് പോയി കഴിഞ്ഞിട്ട് ഇങ്ങോട്ട് വരാം. എടി നിനക്കൊണ്ടല്ല പൊസസീവിനെച്ച് അടിച്ച് വട്ടായതാണ്. നീ എന്തിനാ ആവശ്യമില്ലാതെ പാഴ്ചെലവ് ഉണ്ടാക്കണത്? ദേ കണ്ടോ കണ്ടോ, അവളുടെ കാര്യം പറഞ്ഞപ്പോ ഏട്ടന് പിന്നെയും ദേഷ്യം വരുന്നുണ്ട്. ഇത് അത് തന്നെയാ. എന്റെ മോനെ അല്ല, ഇത് അത് തന്നെയാ. അങ്ങനെ അല്ല. അതെ, ഏട്ടന് പഴയ സ്നേഹം അവളോട് പിന്നെയും തോന്നി തുടങ്ങിയിട്ടുണ്ട്. പ്രശു കുഞ്ഞു എന്താ കുഞ്ഞു? എന്റെ മുറി ഏതാന്ന് കാണിച്ചു തരാമോ? എനിക്കൊന്ന് റെസ്റ്റ് എടുക്കാൻ വേണ്ടിട്ട്. മുത്തോണ്ണ ഇല്ലായിരുന്നു അവിടെ? മുറി കാണിച്ചു തന്നില്ലേ? കണ്ടില്ല. ദേ, നീ എന്തിനാ എന്റെ ഏട്ടന്റെ അടുത്ത് വന്ന് ചോദിക്കുന്നേ? ഇതൊക്കെ ചോദിക്കാൻ അവിടെ മുത്തും സുരഭയൊക്കെ ഇല്ലേ? അവരോട് പോയി ചോദിച്ചേ. ഏ പ്രശു, ഇതെന്താ ഈ കുട്ടി ഇങ്ങനെ മൂശായിട്ട് വർത്താനം പറയുന്നത്? വെരി കൾച്ചർലെസ്. ആരാടി കൾച്ചർലെസ്? എന്നോട് വെറുതെ തർക്കിക്കാൻ വന്നിട്ടുണ്ടല്ലോ. അതിഥി ദേവോ ഭവ എന്നായതുകൊണ്ട് ഞാനൊന്നും പറയുന്നില്ല. എന്റെ പ്രശു, എങ്ങനെ ഇതിനെ സഹിക്കുന്നു? വിധി അല്ലാതെ എന്ത് പറയാൻ? അല്ലെങ്കിൽ നമ്മൾ രണ്ടും അല്ലായിരുന്നോ കല്യാണം കഴിക്കേണ്ടിയിരുന്നത്? ഇവളോട് ഈ മുറിക്ക് പുറത്തു പോകാൻ പറഞ്ഞേ. അങ്ങനെ കൂടുതൽ വെളച്ചിൽ വർത്താനം പറഞ്ഞോണ്ടെന്ന് പറയല്ലേ? അയ്യോ, ഞാൻ ഈ കുടുംബത്തിൽ പറഞ്ഞതാ. നിന്റെ പ്രശുവിനെ നീ കാണുന്നതിന് മുമ്പ് ഞാൻ കൊച്ചിലെ കണ്ടതാടി. കൊച്ചിലെ ഒരുപാട് കണ്ണാരമ്പത്തേക്ക് കളിച്ചിട്ടുള്ളേ. വന്നേക്കുന്ന എന്റെ അടുത്ത് വർത്താനം പറയാൻ ഇക്കറെന്നെ മൂള് വെച്ചിട്ടന്നെ തന്നെ ദേഷ്യം വന്നാൽ ഞാൻ സിംഗപ്പൂർ ഭാഷയെ പറയത്തുള്ളൂ. ആഹാ, കുഞ്ഞുമോൾ ഇവിടെ നിൽക്കുകയായിരുന്നാ? അത് നോക്കിട്ട് എവിടെയായിരുന്നു? ഞാൻ നമ്മുടെ റൂം റെഡിയാക്കിയായിരുന്നു. നമ്മുടെയോ? അല്ല, മോളെ റൂം റെഡിയാക്കിയായിരുന്നു. വാ. ആണോ? പിന്നെ എന്റെ കുറെ ലഗേജ് വണ്ടിയിൽ ഇരിപ്പടെ എടുത്തായിരുന്നോ? എപ്പോഴും എടുത്തു. പ്രശു, ഞാൻ എന്റെ റൂമിലേക്ക് പോവാണേ. സമയം കിട്ടുമ്പോ ഞാൻ വിളിക്കാം, അങ്ങോട്ടൊന്ന് വരണേ. നമുക്കൊന്ന് കാണണം. എന്തിന്? ഞാൻ ഉണ്ടല്ലോ. വാ വാ വാ, ഞാൻ നോക്കിക്കോളാം. ഞാൻ നോക്കിക്കോളാം. മറക്കല്ലേ? ഞാൻ നോക്കിക്കോളാം. ഓ, അവളുടെ ഒരു ഇളക്കം നോക്കി. പൊന്നു മോളെ നല്ലതല്ലേ? എന്നോട് ഒരു സ്നേഹമില്ലാതിരിക്കായിരുന്നു. അപ്പൊ വീട്ടിൽ കയറി വന്ന ഒരു തീ കൂടെ. ലക്ഷ്മി, ഇങ്ങനെയൊന്നും നീ വിചാരിക്കില്ല. നീ എന്തത് പരിപാടി കാണിച്ചു? നീ കാണിച്ചെന്ന് പറഞ്ഞ എന്റെ ജ്യൂസിന്റെ നീ മേടിച്ചു കുടിച്ചത്? കുടിച്ചാൽ എന്താ കുഴപ്പം? എന്തുവാ കുഴപ്പം എന്തോന്നു? എനിക്ക് വിഷമം സഹിക്കാൻ പറ്റുന്നില്ല. നീ ജ്യൂസ് കുടിച്ച വിഷമം പറഞ്ഞ ഏതൊരു സയന്റിസ്റ്റ് പറഞ്ഞിട്ടുണ്ടോ? സയന്റിസ്റ്റ് പറഞ്ഞിട്ടൊന്നുമില്ല, പക്ഷെ ഇത് കുടിക്കുമ്പോ ഉണ്ടല്ലോ ഇവിടെയൊക്കെ തണുക്കുന്ന ഒരു ഫീലെങ്കിലും കിട്ടുന്നുണ്ട്. എനിക്ക് മനസ്സിലാവുന്നില്ല, അമ്മ ഇത് എന്ത് പരിപാടിയാ കാണിക്കുന്നത്? എനിക്ക് അതൊന്നും അറിയണ്ട എന്റെ മണ്ടണിയാ. എനിക്ക് എന്താ നീ എന്റെ ജ്യൂസ് മേടിച്ചു കുടിച്ചത്? അത് പറ. നിനക്ക് ഇതാണോ ഇമ്പോർട്ടന്റ് കാര്യം? ഇത് തന്നെ ഇമ്പോർട്ടന്റ് കാര്യം. എന്നാ ഇതല്ല എനിക്ക് ഇമ്പോർട്ടന്റ് കാര്യം. പിന്നെ എന്തോ നിനക്ക് ഇമ്പോർട്ടന്റ് കാര്യം? അമ്മയുടെ കാര്യം ഇമ്പോർട്ടന്റ് കാര്യം. ആന്റി എന്റെ അടുത്ത് എന്താ പറഞ്ഞു? എടാ, അമ്മ ഒന്നും വിട്ടു പറയുന്നില്ലടാ. പറയുന്നില്ലെങ്കിൽ അപ്പൊ എന്തോ പ്രശ്നം ഉണ്ടല്ലോ. എന്തോ പ്രശ്നമുണ്ട്. എടാ, അച്ഛന്റെ കാര്യം പറയുമ്പോ തന്നെ അമ്മ എന്റെ അടുത്തോട്ട് അങ്ങ് റേസ് ആയിട്ടാ സംസാരിക്കുന്നത്. സംസാരിക്കുന്നെങ്കിലേ ഇനിയിപ്പോ നീ ആന്റിയാണ് എന്തെങ്കിലും പകപ്പൊപ്പിക്കണമെങ്കിൽ നീ അമ്മയുടെ തന്നെ ചോദിക്കണം. എടാ, അമ്മയുടെ അടുത്ത് ചോദിക്കുമ്പോഴേ അമ്മ എന്നെ ശത്രുവിനെ പോലെ എനിമിയെ പോലെ കാണുന്നേ. ഓ, എനിമിയാ? ഞാൻ പിന്നെ എങ്ങനെയാടാ ചോദിക്കുന്നത്? ശരിയാന്നല്ല. ഞാനേ ആലോചിച്ചിട്ട് ഒരു വഴിയേ ഉള്ളൂ. നീ എനിക്ക് കുറച്ച് സമയം താ, ഞാൻ ഇതിനെ കുറിച്ച് വിശദമായിട്ടൊന്ന് പഠിക്കട്ടെ. ഈ കാലഘട്ടത്തെങ്ങാനും നടക്കൂ? നടക്കും. അതെ. അത് വിട്. എടാ, നിന്റെ അവിടെ മറ്റേ സിംഗപ്പൂർ കൊച്ചു വന്ന് എങ്ങനെയുണ്ട്? കല്യാണമല്ലായിരുന്നു? കല്യാണം കഴിഞ്ഞിട്ടില്ലെന്ന് തോന്നുന്നു. വേറെ ലവർ അങ്ങനെ? എനിക്കറിയത്തില്ല അത്. എന്താ? ഞാൻ അവളെ വളച്ചേ കുപ്പിയിലാക്കുന്ന എന്നൊക്കെ വല്ല വിരോധമുണ്ട്? എനിക്ക് വിരോധമൊന്നുമില്ല. വിരോധമൊന്നുമില്ലല്ലോ. എനിക്കെന്ത് വിരോധം? എനിക്ക് എന്റെ അമ്മയുടെ കാര്യം നോക്കിയപ്പോ. നീ നിന്റെ അമ്മയുടെ കാര്യം നോക്ക്. ഞാൻ ഇവളോടെ സിംഗപ്പൂർ വന്ന് സെറ്റിൽ ആവട്ടെ. ഞാൻ എന്റെ അമ്മയുടെ കാര്യം പറയുമ്പോൾ നീ ഇതാണോ നീ പറയുന്നത്? എടാ, നീ എനിക്ക് കുറച്ച് സമയം താനിയും കുഞ്ഞ് ഞാനിതൊന്ന് വിശദമായിട്ട് പഠിക്കട്ടത്. ഒരു കാര്യം ചെയ്യ്, സിംഗപ്പൂരിലെ ആ ചേച്ചിനെ നീ നോക്കിക്കോ. എനിക്ക് എന്റെ അമ്മയുടെ കാര്യം എത്രയും പെട്ടെന്ന് നടത്താം. സെറ്റ്. ഓക്കെ ആണോ? അത് നീ സപ്പോർട്ട് ചെയ്യുന്ന ഈ കാര്യം ഞാൻ സപ്പോർട്ട് ചെയ്തു. ആണല്ലോ. ഉറപ്പ്. പ്ലാൻ മാറില്ലല്ലോ. പ്ലാൻ മാറത്തില്ല. എന്നാ വാ. വരാം. നീ പൊക്കോ, ഞാൻ ഈ ജ്യൂസിന്റെ ഒരു ജ്യൂസ് കുടിച്ചിട്ട് വരാം. അങ്ങനാണോ? വരുമല്ലോ. വരാം. ചെല്ലേ. കരിയില കയറി വീട് മൊത്തം നശിച്ച്. അങ്ങാരുണ്ടായിരുന്നെ അങ്ങാരെ തന്നെ ഇതെല്ലാം ചെയ്തേനെ.
ചേച്ചി അമ്പോണ്ണ അവിടെ ചേച്ചി വിളിച്ചിട്ട് ഫോണിൽ വിളിച്ചിട്ട് കിട്ടുന്നില്ലല്ലോ. ടൂർ പണിക്ക് പോയേക്കുന്നു. ടൂർ പണിക്കാ? എന്ത് പണി? പിന്നെ തെങ്കാശിയിലെങ്ങാണ്ട്. തെങ്കാശിയില്ല? എന്റെ അടുത്തൊന്നും പറഞ്ഞില്ലല്ലോ. എടാ ഇന്നലെ ഒരാൾ വന്ന് വിളിച്ചോണ്ട് പോയി. എന്താ നീ പോയില്ല? ഞാൻ നീയും കൂടെ കാണുമെന്ന്. കൊള്ളാം. അങ്ങേരൂടെ നിഴലാണ് കിടന്നിട്ടെ അങ്ങേര് എന്നെ വിളിക്കാതെ തന്നെ തെങ്കാശി പോയില്ലേ പണിക്ക്? കുഴപ്പമില്ല, അങ്ങേര് പോയിട്ട് വരട്ടെ. എടാ നീ വിഷമിക്കാതെടാ, നീ ആ തെങ്കാശിലോട്ട് പോ. എനിക്കെന്ത് വിഷമം ചേച്ചി? എനിക്ക് വേറെ വിഷമമൊന്നുമില്ല. ഇവിടെ ഈ കയ്യാല ഓരാൻ ഈ കക്കുസൂഴി എടുക്കാനൊക്കെ പൈസ കിട്ടാത്ത കടമ്പണി ഉണ്ടല്ലോ, അതിന് ഞാൻ വേണം. പൈസ രൊക്കം കിട്ടുന്ന ചിക്കിളി കിട്ടുന്ന സാധനത്തിന് അങ്ങനെ ഒറ്റയ്ക്ക് പോവുകയും ചെയ്തല്ലേ. നല്ല കാര്യം, നടക്കട്ടെ. അതുകൊണ്ട് ഞാൻ നിന്റെ പറഞ്ഞു നേരിട്ട് പോയി അങ്ങനെ പോയി കാണാ, തെങ്കാശി പോ. എനിക്കൊരു കാര്യം ചേച്ചി, അഡ്രസ്സിങ്. അഡ്രസ് ഒന്നും എന്റെ ഇല്ല. അഡ്രസ് അറിയത്തില്ലേ? അഡ്രസ് അറിയാതെ ഞാൻ അവിടെ ചെന്നിട്ട് എന്തെങ്കിലും പറഞ്ഞ് അന്വേഷിക്കും. 4 ആവശ്യത്തിനുള്ള അടി ഇവിടെ കിട്ടുന്നുണ്ട്. വെറുതെ അവിടെ പോയി തമിഴന്മാരെ അടി കൊള്ളുന്നതിന് എന്തായാലും കൊള്ളാൻ പോണ്ട. എന്താ ചേച്ചി? ചേച്ചി കള്ളം പറഞ്ഞാടാ. എന്ത് കള്ളം പറഞ്ഞെന്ന്? നാട് വിട്ടു പോയത്. ചേച്ചി കാര്യം പറ, എന്ത് പറ്റിയതാ? അങ്ങനെ ഇന്നലെ 2 പേര് വന്ന് അമ്മോണ്ടെ അടിക്കാൻ വന്ന് അങ്ങനെ ജീവൻ രക്ഷപ്പെട്ട് ഓടിയതാ. എന്റെ അമ്മോണ്ടെ അടിക്കാൻ വന്നത് ചേച്ചി എന്താ എന്നെ വിളിക്കാത്തത്? എനിക്കറിയത്തില്ലടാ, അതിന്റെ സമയത്ത് കിട്ടിയില്ല. എന്റെ പൊന്നു, എന്ത് പറ്റിയെന്ന് പറയാ ചേച്ചി? എനിക്കറിയത്തില്ലടാ. അങ്ങനെ ജീവനെങ്കിലും അങ്ങ് രക്ഷപ്പെട്ടാ മതിയായിരുന്നാ. ചേച്ചി എന്തായാലും വിഷമിക്കാറ്, വെറുതെ ആൾക്കാരെ അറിയിപ്പിക്കേ. ഞാൻ നോക്കിയോളാം. കുഞ്ഞുമോളെ, എന്താ? ഒന്നുമില്ല, നിങ്ങൾക്ക് ജ്യൂസും കൊണ്ട് വന്നതാ. ഇങ്ങനെ നോക്കാതെ സിംഗുന്നിട്ടാരന്റെ മക്കച്ച മാക്കം കടിച്ചെന്നാ എവിടെ? അതല്ല, ഇങ്ങനെ നോക്കുമ്പോ എനിക്ക് നാണം വരുന്നു. ഞാൻ സിംഗപ്പൂർ ഭാഷയിൽ പറഞ്ഞതാ. അവിടെ സിംഗപ്പൂർ ഭാഷയാണോ സംസാരിക്കുന്നത്? പിന്നെ ഞാൻ സിംഗപ്പൂർ എന്താ പാറശാല ഭാഷയാണോ പറഞ്ഞത്? നോട്ടി. പിന്നെ കുഞ്ഞെ, എന്താ? എനിക്ക് സിംഗപ്പൂർ ഭാഷ ഒന്ന് പഠിപ്പിച്ചു തരണേ. സിംഗപ്പൂർ ഭാഷയല്ല, പലതും ഞാൻ പഠിപ്പിക്കും. ഇരിക്കുന്നേ. ശരിന്നേ. എന്താ? അല്ല, മോളൂട്ടി എന്നെ സിംഗപ്പൂർ ഭാഷ പഠിപ്പിച്ച് തന്നതിന് ശേഷം വേണം എനിക്ക് സിംഗപ്പൂർ ഭാഷയിൽ കവിത എഴുതാം. മുത്തിട്ട് കവിതയൊക്കെ എഴുതൂ? അതിനുള്ള ആദ്യ വിത്തിട്ടത് കുഞ്ഞല്ലേ, മറന്നുപോയോ? റിയലി? ഞാനോ? സത്യം. അതിനുശേഷം ഇന്ന് വരെ കവിത എഴുത്തോടെ എഴുത്തായിരുന്നു. എന്റെ കവിത ഞാൻ ഒന്ന് മൂടട്ടെ. ഇപ്പോഴോ? പിന്നെ എപ്പോഴാ? കുഞ്ഞിന് വേണ്ടി മൂളിയില്ലെങ്കിൽ പിന്നെ ഞാൻ എപ്പോഴാ മൂളുന്നത്? മൂളണ്ട, പാടിയാ മതി. കേട്ടോളൂ. വവ്വാലേ വവ്വാലേ വാഴക്കൂമ്പിൽ ചപ്പല്ലേ, തേൻ കുടിക്കാനായി മണ്ടി നടക്കും കുഞ്ഞുമോളുണ്ട് വീടേ, എൻ്റെ കുഞ്ഞുമോളുണ്ട് വീടേ. ചപ്പല്ലേന്ന് ചപ്പല്ലേന്ന് പറഞ്ഞതല്ലേ, വാഴക്കൂമ്പ് ചപ്പല്ലേന്ന് പറഞ്ഞതല്ലേ, ചപ്പല്ലേന്ന് ചപ്പല്ലേന്ന് പറഞ്ഞതല്ലേ, വാഴക്കൂമ്പ് ചപ്പല്ലേന്ന് പറഞ്ഞതല്ലേ. സൂപ്പർ. ഇനി ഒരുപാടുണ്ട് കവിത, ഞാൻ ആവശ്യം പോലെ പറഞ്ഞു തരാം. ഇപ്പം മുത്തിട്ടപ്പോ എനിക്ക് ഡ്രസ് ചേഞ്ച് ചെയ്യാൻ സമയമായി. ഓക്കെ. പിന്നെ എന്താ? ഞാൻ മോളൂട്ടിക്കായിട്ട് ജ്യൂസ് കൊണ്ടുവച്ചിട്ടുണ്ട്. കുടിക്കണം. എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ എന്നെ വിളിക്കണം. ഒറ്റ വിളി, മുത്തിട്ടാന്ന് മതി. പോട്ടെ. കഥക് ചാരി കഴിഞ്ഞു.
ഇത് വല്ല നല്ല ജ്യൂസ്. ഇവൻ എനിക്കൊരു കോടാലിയാവുന്ന എല്ലാ ലക്ഷണവും, പക്ഷെ അവനെ സഹിച്ചേ പറ്റൂ. എങ്ങനെങ്കിലും 2-3 ദിവസം അവിടെ കടിച്ചു തൂങ്ങിയെന്ന് സൂപ്പറുണ്ട് അമ്മച്ചെടിയെന്ന് വെച്ച് ചില്ലറ ഒപ്പിച്ചിട്ടേ പാൻ പറ്റും. അതുവരെ ഇവൻ എൻ്റെ വലയിൽ തന്നെ കിടക്കട്ടെ. എങ്ങനെയും കുഞ്ഞുമോളെ പ്രേമിച്ച് കല്യാണം കഴിച്ച് ഇവിടെ നിന്ന് സിംഗപ്പൂരിലേക്ക് പോയി രക്ഷപ്പെടണം. അതിനുള്ള എല്ലാ വഴിയും തുറന്നു കിട്ടണേ.